നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ പ്രതികരണം പുറത്തു വന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നും ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ പ്രതികരിച്ചിരുന്നു. അതിനുശേഷം പ്രതികരിച്ചു തുടങ്ങിയത് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി തകർക്കരുത് എന്ന് തന്നെയായിരുന്നു മോഹൻലാലിനും പറയാനുണ്ടായിരുന്നത്. ആരോപണ വിധേയരായവർ നിയമ നടപടി നേരിടട്ടെ എന്നും പറഞ്ഞു. മാത്രമല്ല, നിയമത്തിന്റെ ബൈക്ക് പൊയ്ക്കോട്ടെ എന്നൊക്കെയായിരുന്നു. അത് മാത്രമല്ല, സർക്കാരാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്, അത് സർക്കാർ നോക്കിക്കോളും എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. വളരെ വികാരാധീനനായിട്ടായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയായിരുന്നു മമ്മൂട്ടിയും പ്രതികരിച്ചത്. കാരണം അമ്മയുടെ തലപ്പത്തിരിക്കുന്നത്, അതായത് പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലിനാണ്. അപ്പോൾ മോഹൻലാൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമേ താരങ്ങൾ തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാവൂ എന്നുള്ള, അതായത് താരസംഘടന തന്നെയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾ ആദ്യമേ ഒരു അഭിപ്രായം പറയട്ടെ, അതിനുശേഷം പറയാം എന്നായിരുന്നു മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ ജയസൂര്യയുടെ കുറിപ്പും എത്തിയിരുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. കുടുംബത്തോടെ ന്യൂയോർക്കിലാണ്. ഈ വാർത്ത ആകെ തകർത്ത് കളഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ കുറിപ്പും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെ പിറന്നാൾ കൂടിയായിരുന്നു. ആ പിറന്നാൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഓർമ്മയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ലൈംഗിക ആരോപണത്തിൽ വിധേയരായവർ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ജയസൂര്യ, മുകേഷ്, സുധീഷ്, ഇടവേള ബാബു, സിദ്ദിഖ്, ബാബുരാജ്, അതുപോലെ സംവിധായകൻ രഞ്ജിത്ത് എന്നിങ്ങനെ പോവുകയാണ് ആ ലിസ്റ്റുകൾ. എന്തായാലും മുകേഷ് ഉൾപ്പെടെ അല്ലെങ്കിൽ സിദ്ദിഖ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഈ പരാതിക്കാർക്ക് എതിരായിട്ടുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു മുകേഷും സിദ്ദിഖും ഉൾപ്പെടെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവർ മുൻകൂർ ജാമ്യത്തിനായി ഇപ്പം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തു തന്നെ ആയാലും ഇപ്പോഴിതാ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ്. ഈ ഒരു ആരോപണം നേരിടുന്നതിൽ ഒരു പ്രമുഖൻ ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഒരു കരിയർ, പ്രശസ്തി, ഇതൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തകർന്നു പോകുന്നത് ആർക്കും സഹിക്കാനാകില്ല. നടൻ സുധീഷ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്, വലിയൊരു നാണക്കേടായിപ്പോയി, സാധനം മേടിക്കാൻ പോലും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത്. ആരാധകർക്കിടയിൽ വലിയ താരങ്ങളായിട്ട് നിൽക്കുന്ന അവരുടെ ആ ഒരു ഇമേജ് അത്ര പെട്ടെന്ന് താഴേക്ക് പോകുമ്പോൾ അതാർക്കും ഉൾക്കൊള്ളാനാകില്ല, സഹിക്കാനാകില്ല എന്ന് തന്നെ പറയാം. ഉണ്ടാക്കിയെടുത്ത ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം, ഇത്രയും സമ്പാദിച്ച കോടികൾ എല്ലാം വെറുതെ ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറുന്നത് അതാർക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം, അത് ഒട്ടും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ. എന്തായാലും ഇന്ന് മുകേഷിനും സിദ്ദിഖും ഒക്കെ ഉൾപ്പെടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടി. മലയാള സിനിമയെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ. ഇതിനെതിരെ പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ താരങ്ങൾ തന്നെ മുമ്പോട്ട് വരികയാണ്. അമ്മ സംഘടനയിൽ പോലും വലിയൊരു ഭിന്നത അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു പിളരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും കൂട്ടരാജി വെച്ച് പോയെങ്കിലും പലരും അതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. ആ കൂട്ടരാജിക്ക് പോലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു മലയാള സിനിമയെ തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പ്രതികരണം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.